ഹലോ നമസ്കാരം, എല്ലാവർക്കും ദേവ്സ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ബട്ടർ ബൺ ഇഷ്ടമില്ലാത്ത കുട്ടികളില്ല. അത് വീട്ടിൽ അമ്മമാർ തന്നെ തയ്യാറാക്കി കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ ഈ ബട്ടർ ബൺ എങ്ങനെയാണ് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതെന്ന് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടമാവും, ഒരു സംശയമില്ല. നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ചാനൽ ഇഷ്ടമെന്നുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറന്നു പോരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ചെറു ചൂട് അരക്കപ്പ് പാലാണ്. അപ്പോൾ ഇത് ഈ കപ്പിൽ 250 ml കപ്പിൽ അരക്കപ്പിൽ കൂടുതൽ ഞാൻ എടുത്തിട്ടുണ്ട്. ചെറു ചൂടുള്ള പാലാണ് കേട്ടോ. ആ പാലിലേക്ക് നമുക്കിനി കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ ഈസ്റ്റും 1.5 ടീസ്പൂൺ പഞ്ചസാരയും സമമായിട്ട് നമുക്ക് എടുത്ത് മിക്സ് ചെയ്ത് ഈ ചെറു ചൂടുള്ള പാലിലോട്ട് നമുക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് ഫെർമെൻ്റ് ആകാനായിട്ട് ഒരു 10 മിനിറ്റ് അതൊന്ന് മാറ്റി വയ്ക്കാം നമുക്ക്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം, നല്ല തണുത്ത പാലല്ല, ചെറു ചൂടുള്ള പാൽ തന്നെ എടുക്കാം. ഇനി നമുക്ക് മൈദാമാവാണ് വേണ്ടത്. അത് ഞാൻ 2 കപ്പാണ് അളന്നെടുത്തിട്ടുള്ളത്. നേരത്തെ ഞാൻ കാണിച്ച 250 ml കപ്പിൽ തന്നെയാണ് അളന്നെടുത്തിട്ടുള്ളത്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ 2 കപ്പ് അളവിലാണെങ്കിൽ പോലും ഒരു 5, 6, 7 ബൺ മാത്രമേ കിട്ടാറുള്ളൂ കേട്ടോ. ഇനി ഞാൻ ഇട്ട് കൊടുത്തത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. 2 ടേബിൾ സ്പൂൺ ഇല്ലെങ്കിലും 2 ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല. അപ്പോൾ വെറുതെ ബണ്ണ് കഴിക്കുമ്പോഴേ ഒരു മധുരം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഈസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ, കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ അത് നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ മിശ്രിതം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക. നോക്കിയിട്ട് വേണം നമുക്ക് ഫുള്ള് ഒഴിച്ചു കൊടുക്കാൻ. ചിലപ്പോൾ ആ പാലിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ വീണ്ടും നമുക്ക് മാവ് ചേർക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ നോക്കുക. അപ്പോൾ എനിക്ക് പാല് തികഞ്ഞില്ല കേട്ടോ. ഞാൻ വീണ്ടും ഒരു 2 ടേബിൾ സ്പൂൺ പാലൂടെ, ചെറു ചൂടുള്ള പാലൂടെ ചേർത്തിട്ടാണ് അത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ കുഴച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ചപ്പാത്തി മാവിനേക്കാളും കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് വേണം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എന്താ ഇങ്ങനെ സ്റ്റിക്കി കൺസിസ്റ്റൻസിയിൽ കിട്ടണം. അപ്പോൾ അതൊരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് ഒരു 1/4 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മെൽറ്റഡ് ബട്ടറാണ്, നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് വെക്കല്ലേ, കുറച്ച് നന്നായിട്ട് മെൽറ്റായ ബട്ടറാണ് ഇതിന് ചേർക്കേണ്ടത്. അതുകൂടെ ചേർത്ത്, ബട്ടർ ബണ്ണാകുമ്പോൾ ബട്ടറിൻ്റെ ഒരു ഫ്ലേവർ നന്നായിട്ട് കിട്ടണം. അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് നമുക്കിനി ഒരു 2 hours അത് ഒരു ഡബിൾ സൈസ് ആകാനായിട്ട് മാറ്റി വയ്ക്കാം. 2 hours എല്ലാം 1 മണിക്കൂർ കഴിയുമ്പോഴേ, ചൂടുള്ള സ്പേസ് ആണെങ്കിൽ അത് 1 മണിക്കൂർ കഴിയുമ്പോഴേ പൊന്തി വരും. ഇത്തിരി തണുത്ത പ്ലേസൊക്കെ ആണെങ്കിൽ 2 മണിക്കൂർ വേണ്ടി വരും. അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് മീതെ ഒരു കുറച്ച് ഓയിലോ ബട്ടറോ തടവിയിട്ട് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതൊരു 1.5 hour കഴിഞ്ഞിട്ടാണ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 മണിക്കൂർ കഴിയുമ്പോൾ നോക്കാം, ഡബിൾ സൈസ് ആയിട്ടുണ്ടെങ്കിൽ എടുക്കാം. ഒരു നനഞ്ഞ ഒരു ക്ലോത്ത് നമുക്ക് അതിൻ്റെ മീതെ ഇട്ട് കൊടുക്കാം, ഒരു ടവല്. അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് മൂടി വയ്ക്കുകയോ എന്തെങ്കിലും ചെയ്യാം. ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അടുപ്പിൻ്റെ അടുത്ത് തന്നെ വെച്ചു. അപ്പം ചൂടുള്ള സ്ഥലമാകുമ്പോൾ പെട്ടെന്ന് പൊന്തി വരും. എനിക്കൊരു 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേ ഇതായിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തായാലും 1.5 മണിക്കൂർ ആയപ്പോഴാണ് ഇത് എടുത്തത്. ഡബിൾ സൈസായിട്ട് വന്നിട്ടുണ്ട്, നല്ല വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ പെട്ടെന്ന് പൊന്തി വരും കേട്ടോ. അപ്പോൾ ഇനി നമുക്കതൊന്ന് താഴ്ത്തി കൊടുക്കാം, ആ എയറൊക്കെ അങ്ങ് പോട്ടെ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് തന്നെ അതിനെ നമുക്ക് ശരിയാക്കാം. അല്ലെങ്കിൽ നേരത്തെ എടുത്ത പാത്രത്തിൽ തന്നെ നന്നായിട്ടൊന്ന് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഞാൻ ചെയ്യുന്ന കണക്ക് ഇങ്ങനെ ഒരു ബണ്ണിൻ്റെ ഷേപ്പിലാക്കി എടുക്കുക. അപ്പോൾ നമുക്ക് ബൺ എത്ര വലിപ്പം വേണോ അതിനനുസരിച്ച് ഓരോ ഉരുളകളും ആക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു മീഡിയം സൈസ്, നമ്മൾ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന ബണ്ണിൻ്റെ ഇതുപോലെ എടുക്കാം. നമ്മൾ പെറോട്ടയൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കുന്നില്ലേ, ആ ഒരു ഷേപ്പിൽ എനിക്ക് 5 ബണ്ണ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ വേണമെങ്കിൽ മാവ് കൂടുതൽ ചേർക്കുക, എല്ലാം കൂടുതലാക്കുക കേട്ടോ. ഇനി വീണ്ടും ഒരു 15 മിനിറ്റ്സ് ഞാൻ വീണ്ടും ഇങ്ങനെ നനഞ്ഞ ക്ലോത്ത് ഇട്ട് മൂടി വെച്ചു. അത് ഒന്നുകൂടെ കുറച്ച് ലാർജ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കണ്ടില്ലേ, സൈസ് കുറച്ചുകൂടെ വ്യത്യാസം വന്നുണ്ടോ. ഇനി നമുക്ക് ഓയിൽ നന്നായിട്ട് ചൂടാക്കിയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഈ ബണ്ണിട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ കളറും ചേഞ്ച് ആവും, അകം വേകുകയില്ല. അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഒരുപാട് ഹോട്ട് ഓയിലിൽ ഇട്ട് കൊടുക്കരുത്. ഒരു മീഡിയം ഹോട്ട് ആയതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുക. അതുപോലെ ഫ്ലെയിം കുറച്ച് വയ്ക്കുക. എന്നിട്ട് നമുക്ക് മെല്ലെ അതിനെ, ഒട്ടുമേ ഓയിൽ ഇതിലാകത്തില്ല കേട്ടോ. ഈ ഒഴിച്ചേക്കുന്ന ഓയിൽ അത്രയും ബാലൻസും വരും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കണ്ടോ, ബണ്ണായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫ്ലെയിം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ബണ്ണ് കരിഞ്ഞു പോവും, അകം വേകുകയില്ല. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ എല്ലാവരും വിചാരിക്കും ബട്ടർ ബണ്ണൊക്കെ വളരെ ഓവൻ ഉണ്ടെങ്കിലേ ശരിയാക്കാൻ പറ്റുള്ളൂ. ഇത് ഓയിലിയോ അല്ല, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓയിലി ഫീലിങ്ങേ കിട്ടത്തില്ല. ബണ്ണ് നമുക്ക് കുറച്ചൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഞാനൊരു 2 ടേബിൾ സ്പൂൺ, ഒരു 1/4 കപ്പ് ബട്ടർ വീണ്ടും ഞാൻ എടുക്കുന്നുണ്ട്. അത് മെൽറ്റഡ് ബട്ടറാണ്, ഫ്രിഡ്ജിൽ വെച്ചതല്ല കേട്ടോ. അതുപോലെ പൊടിച്ച പഞ്ചസാര 1/4 കപ്പും കൂടെ ഞാൻ ചേർത്ത് ഒരു ബട്ടർ ക്രീം റെഡിയാക്കിയാണ്. നമ്മൾ ബട്ടർ ബണ്ണാകുമ്പോൾ അതിനകത്തൊരു ക്രീം ഉണ്ടാകും.
അല്ലേ? അത് നമുക്ക് വിപ്പിംഗ് ക്രീമും ചേർക്കാം, ഈ ബട്ടർ ക്രീമാണ് ഇതിന് ഏറ്റവും ടേസ്റ്റി കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് തന്നെ ചെയ്യുക. ഇത് നന്നായിട്ടൊരു വിസ്ക് വെച്ചോ ഒരു സ്പൂൺ വെച്ചോ ഈ പഞ്ചസാരയും ബട്ടറും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ ഒരു ടീസ്പൂൺ പാലൂടെ ചേർത്ത് കൊടുക്കാം, മസ്റ്റല്ല, പാൽ വേണമെങ്കിൽ ചേർത്താൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ക്രീമി ടെക്സ്ചറിൽ വരും. ആ മണമൊക്കെ ഒരു വല്ലാത്ത മണമാണ്. അപ്പോൾ അത് മണം കുറച്ചുകൂടെ ഒന്ന് നല്ലൊരു മണം കിട്ടാൻ ഞാനൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഒന്ന് ചേർക്കുന്നുണ്ട്. അത് മസ്റ്റൊന്നുമല്ല, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഇനി നമ്മുടെ ബട്ടർ ബൺ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം മാത്രമേ നമുക്കിത് കട്ട് ചെയ്യാവൂ, അല്ലെങ്കിൽ അത് മെൽറ്റായി പോകും കേട്ടോ. അപ്പം കണ്ടില്ലേ അതിൻ്റെ അകം കണ്ടോ? അപ്പോൾ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റുമാണ്. നമുക്കിനി ഈ ബട്ടർ ഇതിനകത്തോട്ട് നമുക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് ഭാഗം ഇങ്ങനെ വെളിയിൽ കാണുന്ന രീതിയിൽ അടച്ചു വയ്ക്കുക. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ അങ്ങനെ കട്ട് ചെയ്യണ്ട കേട്ടോ ബട്ടർ ബണ്ണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എത്ര ഈസി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഫെർമെൻ്റ് ആകാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് വെയിറ്റ് ചെയ്യണമെന്നുള്ള, അല്ലാതെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ബേക്കറി കിട്ടുന്നതിനേക്കാളും ടേസ്റ്റിയാണ് ഈ ബണ്ണ്. നിങ്ങൾ ശരിക്കും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ പറയുക. എന്തായാലും കുട്ടികൾക്ക് വളരെ, ഇനിയിപ്പോൾ സ്കൂൾ തുറക്കുമ്പോഴത്തേക്ക് സ്നാക്സ് ആയിട്ടൊക്കെ കൊടുത്തേക്കാം. അതുപോലെ കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആൾക്കാർക്കും നല്ല ഇഷ്ടമാകുന്നൊരു സാധനമാണ്. എൻ്റെ ഏറ്റവും പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി കണ്ടുമുട്ടും വരെ സ്റ്റേ സേഫ് ആൻഡ് ഗുഡ് ബൈ.